ഹായ്, ഇറ്റ്സ് മീ ഷൈലിയാസ് ഫ്രോം കോഡ് ഡിസൈൻ. അപ്പോൾ ഇന്ന് കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ കസ്റ്റമൈസ് ചെയ്തുള്ള ഐറ്റംസ് കാണിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഇതിൽ കുറച്ച് 2-3 കസ്റ്റമേഴ്സിൻ്റെ ഐറ്റം ഉണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വണ്ണ് വന്നിട്ട് ഇതിൻ്റെ ഒരു ഏകദേശം ഒരു ടിഷ്യൂ ഓർഗൻസിൽ ഇതുപോലെ ഡബിൾ ഷെയ്ഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇല്ലാത്തൊക്കെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാ? എന്തൊക്കെ ഇരിക്കുന്നത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വന്ന് ഒരു ക്രേപ്പ് ജോർജറ്റിൽ വരുന്നതാണ്, ഡബിൾ ഷെയ്ഡ് ചെയ്തിട്ടുള്ള കേട്ടോ. കളറും നല്ലൊരു ഷെയ്ഡാണ് വരുന്നത്, ഒരു ലാവൻഡറും അതുപോലെ തന്നെ പർപ്പിളും കൂടെ മിക്സ് ചെയ്തിട്ടൊരു ഷെയ്ഡാണ്. പിന്നെ നോർമലി നമ്മൾ നെക്കിന് അല്ലെങ്കിൽ ഫ്ലെയർ ഏരിയയിലേക്ക് അങ്ങനെയാണല്ലോ വർക്ക് സാധാരണ ചെയ്യാറുള്ളത്. ഇത് നെക്കിന് ജസ്റ്റ് സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷോൾഡർ പോർഷനിൽ താഴെ വരെ ഒരു 2 ലൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സെൻറ്റർ ഏരിയയിലാണ് ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് വർക്ക് ചെയ്തിട്ടുള്ളത്. അതും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. കട്ട് ബീഡും സീക്വൻസും സ്റ്റോൺസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഡാർക്ക് ഷെയ്ഡ് താഴെ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ മേൽഭാഗത്തുള്ള ലാവൻഡർ ഷെയ്ഡിലാണ് കൂടുതലും കളേഴ്സ് അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ സ്ലീവിൻ്റെ ഏരിയയിലും അതുപോലെ തന്നെ കുറച്ച് ഹെവി വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 4 ഇഞ്ച് വീതിയിൽ കുറച്ച് അത്യാവശ്യം തിക്കായിട്ടൊരു വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാ അപ്പം അങ്ങനെ. പിന്നെ ദുപ്പട്ടയും നോർമലി ബോർഡറിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ബോർഡർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ബോഡി ഓൾ ഓവർ ഒരു ലൈൻ പാറ്റേണും കൂടെ ആയിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ദുപ്പട്ട എങ്ങനെയാണ് വരുന്നത്, അതും ഡബിൾ ഷെയ്ഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സെന്റർ ബോഡി ലാവൻഡർ ഷെയ്ഡും 2 എൻഡിലേക്ക് ഡാർക്ക് ഷെയ്ഡും കൊടുത്തിട്ട് 1 സൈഡ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ബോർഡറും ചെയ്തിട്ടുണ്ട്. ബോഡി ഓൾ ഓവർ ഇതുപോലെ ലൈൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓൾ ഓവർ വരുമ്പോൾ ഇതേ ഒരു ഇതിലാണ് വരിക കേട്ടോ, ഇങ്ങനെ വരിക. ഓക്കെ, ഇനി അപ്പോൾ അതാണ് ഫസ്റ്റ്. അതിന് പിന്നെ ഡാർക്ക് ഷെയ്ഡിലാണ് ബോട്ടം കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ടോപ്പിൻ്റെ എൻഡിൽ വരുന്ന സെയിം ഷെയ്ഡാണ് ബോട്ടം കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഒരു ഓൺലൈൻ കസ്റ്റമറുടെയാണ്. നമ്മൾ നോർമലി എന്താ പറയുക, ഇതും ഓൺലൈൻ തന്നെയുണ്ട്, പക്ഷേ ആൾ കുറച്ചുകൂടെ ഡീപ്പ് ഒന്നും കൂടെ റെഗുലറായിട്ട് നമ്മളിത് പർച്ചേസ് ചെയ്തിട്ട് ആൾ നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ ഒരു കസ്റ്റമറാണ്. പിന്നെ ഇനി ഇത് വരുന്നത് ഓൺലൈൻ കസ്റ്റമർ, നിങ്ങൾക്ക് അറിയുന്നുണ്ടോ, റെഗുലറായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ഓർഗൻസ, വിസ്കോസ് ഓർഗൻസിൽ വരുന്നത്. ഈ ഒരു ഷെയ്ഡ് എന്നുള്ളതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള ഒരു ഷെയ്ഡാട്ടോ. പല കാറ്റഗറിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ചുരിദാർ മാത്രമായിട്ടല്ല, ക്രോക്ക് ടോപ്പ്, സ്കേർട്ട്, അതുപോലെ പല ബ്രൈഡൽ ഡ്രസ്സുകൾ അവരൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട്. സിമ്പിളായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് വരിക. ഇതൊരു 6 ഒക്കെ റേഞ്ച് വരും കേട്ടോ. മെറ്റീരിയലും ഫുള്ള് സ്റ്റിച്ചിങ്ങും ഡിസൈനിങ്ങും ഒക്കെ അടക്കം 6 സംതിങ് വരും. ബോട്ടം ഇതുപോലെ ജാം കോട്ടണിലാണ് ചെയ്തത്, ഡൈ ചെയ്തിരിക്കുകയാണ്. സൈഡ്സിൽ പ്രിന്റഡ് മെറ്റീരിയൽ കൊണ്ട് ഒരു ബോൾസ് അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 സൈഡ് ബോർഡർ കൊടുത്തിട്ട് ദുപ്പട്ട കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓൾ ഓവർ ഈ കളറിൻ്റെ ഭംഗിയാണ് മെയിൻ ആയിട്ടുള്ളത് കേട്ടോ. ഒരു മസ്റ്റാർഡ് യെല്ലോ അല്ലെങ്കിൽ ഗോൾഡൻ യെല്ലോ എന്നൊക്കെ പറയാം. പിന്നെ സ്ലീവിൽ ചെറുതായിട്ട് നമ്മൾ ആ ഒരു മെറ്റൽ സീക്വൻസിൻ്റെ ഹാങ്ങിങ് പാറ്റേണും കൂടെ ചെയ്തിട്ടുണ്ട് കണ്ടോ, അങ്ങനെയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ. അപ്പോൾ 2 സെറ്റ് കേട്ടോ. ഇനി അടുത്തൊരു പീസ്, സത്യം പറയുന്നതിൻ്റെ ഒരു പീസ് മിസ്സിംഗ് ആണ്. ഇതിലത്തെ ഒരു പീസ് മിസ്സിംഗ് ആണ്. കസ്റ്റമർ ഇതുപോലെ പുറത്തുനിന്ന് വന്ന സമയത്ത് എറണാകുളത്ത് സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം ആൾ വന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ സന്തോഷം. റഹീസ എന്ന് പറഞ്ഞൊരു കസ്റ്റമറാണ്. ഇവിടെ വന്ന് നല്ല പരിചയപ്പെട്ട് നല്ല ഇതായിട്ടുള്ള കസ്റ്റമർ. ആൾക്ക് 3 സെറ്റ്, എന്നോട് വരുമ്പോൾ ഒരു സെറ്റ് ഉള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്നോട് എനിക്ക് 3 സെറ്റ് ഉണ്ട്, എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ട് ചെയ്തു തരാമെന്ന് വെച്ചാൽ അധികം ദിവസമായില്ല, 10 ദിവസത്തെ ടൈമിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഒന്ന് ഞാൻ ഓൾറെഡി അവർക്ക് ചെയ്തിട്ട് ഇന്നലെ ഇവിടുന്ന് സ്പീഡ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് എനിക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. നല്ലൊരു പീസായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ആളുടെ മോൾക്കും ആൾക്കും കൂടെ ഒരു ഏകദേശം ഒരു കോംബോ ലെവലിൽ ചെയ്തില്ല. പക്ഷേ സെയിം കളറ് ഒരു കോമൺ കളറായിട്ട് ഒരു കളർ ഉണ്ട് ഡ്രസ്സിൽ, പിന്നെ വേറെ ഷെയ്ഡായിട്ട്, എന്നാലും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഷെയ്ഡാണ്. ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം, പറയുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവത് കാണിക്കുമ്പോഴായിരിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഓവർകോട്ട് പാറ്റേൺ തന്നെയാണ്. ചുരിദാറായിട്ടാണ് അല്ലെങ്കിൽ ടോപ്പായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഉള്ളിൽ ഓവർകോട്ടിൻ്റെ ഉള്ളിൽ വരുന്നത് ചുരിദാർ സെറ്റാണ് കേട്ടോ. ഇങ്ങനെ ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് ബോർഡർ ഇതുപോലെ വരും. ബോഡി ഓൾ ഓവർ ഒരു സ്പ്രെഡിങ് ഉണ്ട്. ഇത് ഉള്ളിൽ വരുന്ന സ്ലീവ് ആയതുകൊണ്ട് തന്നെ ഇതിൽ വർക്കൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതിന് മാച്ചിങ് ആയിട്ട് ഒരു ബോട്ടം ഉണ്ട്. ബോട്ടത്തിനും അതുപോലെ താഴ്ഭാഗത്ത് ഒരു 4 ഇഞ്ചിൽ ബോർഡർ വർക്ക് ഉണ്ട് കേട്ടോ. 4 ഇഞ്ചിലായിട്ട് ഒരു ക്രിസ് ക്രോസിംഗ് ആണ്. അത് നെറ്റിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നെറ്റ് മെറ്റീരിയലിലാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് താഴ്ഭാഗം കിടക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ളത് ഒരു ഓവർകോട്ടാണ്. അതും ഫുള്ള് നെറ്റായിട്ട് വരുന്നതാണ് കേട്ടോ. സ്ലീവിൻ്റെ എൻഡിൽ ക്രിസ് ക്രോസിംഗ് ഉണ്ട്, ഡബിൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിൽ വരുമ്പോഴുള്ള ലുക്ക്, ഇത് ടോപ്പ് വരും, എന്താ ഇങ്ങനെ ഒരു ടോപ്പ് വരും. ഓവർകോട്ട് ഇങ്ങനെ വരുന്ന കേട്ടോ, ഓവർകോട്ട് വരും. പിന്നെ ബോട്ടത്തിൻ്റെ താഴ്ഭാഗത്തും വർക്ക് ഉണ്ട്. പിന്നെ ഇതിൽ കൂടെ ജസ്റ്റ് ഒരു സ്കാർഫാണ് വരുന്നത്. ഒരു 1 സൈഡ് സ്പ്രെഡിങ് കൊടുത്തിട്ടൊരു സ്കാർഫ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ,
നെക്സ്റ്റ് ഇതിന്റെ കൂടെ തന്നെ ഒരു നമ്മൾ ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ്, ഒരു പ്ലീറ്റഡ് ഗൗൺ ആണ്. പ്ലീറ്റഡ് ഗൗണിൽ വരുന്ന ഒരു സെന്ററിൽ പ്ലീറ്റ് ചെയ്തിട്ടുള്ള ഗൗൺ. ഇതിന്റെ വേറെ ഷെയ്ഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്, യെല്ലോ ആൻഡ് ഗ്രീൻ കോംബോയിൽ വരുന്നത്. പിന്നെ ഒരു ഓവർകോട്ട് വരുന്നുണ്ട്, ഡബിൾ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം, ഞാൻ നല്ല ഹറിബറിയിലായിട്ട് വീഡിയോ ചെയ്യണത്. 4:30 ഇതിന്റെ കൊറിയറിന്റെ വണ്ടി പോവും, അപ്പോൾ അത് പിന്നെ കുറേ കസ്റ്റമേഴ്സിന്റെ ചുറ്റിലും നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇതാണ് ഒരു സെറ്റ് വരുന്നത്. പക്ഷെ നല്ല പീസുകൾ മിസ്സാക്കാൻ തോന്നില്ലല്ലോ നിങ്ങൾക്ക്, ഡിസൈൻ പീസുകളൊക്കെ കാണിച്ചിട്ട് ചെയ്യില്ല. അതിൻ്റെ ഇതിങ്ങനെ വരും കേട്ടോ, ഡബിൾ ഷെയ്ഡ് ചെയ്തിട്ട്. എന്താ നല്ല കളർ കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത്. ദുപ്പട്ട വൺ സൈഡ് ആയിട്ടുള്ളൊരു വർക്ക് വരുന്നുണ്ട്, വൺ സൈഡ് ബോർഡറിലൊരു വർക്ക്, സീക്വൻസും അതുപോലെ തന്നെ ആൻറ്റി കട്ട് ബീഡ്സും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. നല്ല ഡീറ്റെയിൽ ആയിട്ട് കണ്ടു തന്നെയാണ് വിചാരിക്കുന്നത്. ക്ലിയർ ആയിട്ട് എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് ഡിസൈൻ ആയിട്ട് വരാം. അതിലേക്കും ബൈ.